ഇന്ന് ഋഷി പൊട്ടിത്തെറിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം മിണ്ടാതിരിക്കുന്നവരെ സൂക്ഷിക്കണം എന്നതാണ്. മിണ്ടാതിരിക്കുന്നവരെ മിണ്ടി തുടങ്ങിയാൽ അതൊരു ഐറ്റം തന്നെയായിരിക്കും. കഴിഞ്ഞ സീസണിൽ റിനോഷ് ജോർജ് ആണെങ്കിൽ ഇവിടെ ഋഷി, അത്രേ ഉള്ളൂ. ഇവർ രണ്ടുപേരും പൊട്ടിത്തെറിച്ചാൽ അതൊരു ഭൂകമ്പം തന്നെയായിരിക്കും. ഋഷിയുടെ കാര്യം എടുത്താൽ ഇന്ന് ആ ഒരു പവർ ടീം ചർച്ചയ്ക്കിടയിൽ ഋഷിയുടെ കുറേ കുറ്റങ്ങൾ ഗബ്രി പറഞ്ഞു. കാരണം ഗബ്രിക്ക് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് ജാസ്മിനെ പവർ ടീമിൽ കയറ്റണമായിരുന്നു, അതായിരുന്നു ഗബ്രിയുടെ ഗെയിം. പക്ഷെ ഗബ്രിയുടെ ഗെയിം അതേപടി ജാൻമുനി പോയി ഋഷിയുടെ അടുത്ത് തന്നെ പറഞ്ഞു കൊടുത്തു. ഇന്ന് ജാൻമുനിക്ക് നല്ല രീതിയിൽ വിയോജിപ്പുണ്ടായിരുന്നു ഇവരുടെ പവർ ടീമിൻ്റെ അടുത്ത്. ഋഷിക്ക് വേണ്ടി ഒത്തിരി വാദിച്ചു. പക്ഷെ അത് കേൾക്കാതായപ്പോഴാണ് വൈകുന്നേരം പോയി ഋഷിയുടെ അടുത്ത് ഇതെല്ലാം തുറന്നു പറയുന്നത്. പിന്നെ ഇന്നത്തെ ദിവസത്തെ ജാസ്മിന്റെയും ഗബ്രിയുടെയും ഗെയിം ഋഷിക്കെതിരെ ഉള്ളതായിരുന്നു. ജാസ്മിനിൽ നിന്ന് ഋഷി ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നുവെങ്കിലും ഗബ്രിയിൽ നിന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നോമിനേഷനിൽ ഫ്രണ്ട്ഷിപ്പ് കാണിക്കണം അല്ല ബ്രദർഹുഡ് കാണിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ നിരുപദ്രവകാരികളെ അല്ല. എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല, നമ്മൾ മനുഷ്യന്മാരെല്ലാവരും ഡിഫറെൻ്റ് ആണ്. ഋഷിയൊക്കെ ട്രാക്കിൽ കയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഷോ എന്താണ്, ഈ ഗെയിം എന്താണ് എന്ന് മനസ്സിലാക്കി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നോമിനേഷനിൽ ജാസ്മിനും ഗബ്രിയും പറഞ്ഞ പേര് ഋഷിയുടെ ആയതുകൊണ്ട് തന്നെ അതും ഋഷി എങ്ങനെയൊക്കെ അറിഞ്ഞു കാണും. ഇതെല്ലാം കൂടി കേട്ടപ്പോൾ BP ആയതായിരിക്കാം. ഹൈ BP എന്നൊക്കെ പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. അത്രയ്ക്കും പറഞ്ഞു ഋഷി ജാസ്മിനെയും ഗബ്രീനെയും, കുറെ കൂടിപ്പോയി. പകുതിയും മ്യൂട്ട് ചെയ്താണ് കേൾപ്പിച്ചത് എപ്പിസോഡിലും ലൈവിലും ഒക്കെ. അതുകൊണ്ട് പറഞ്ഞ തെറിയൊന്നും കേൾക്കാൻ ഇടയായില്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന സംഭവം ബിഗ് ബോസിനകത്ത് എത്രത്തോളം ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് നമ്മൾ പ്രേക്ഷകർക്കറിയാം. നമ്മൾ പല സീസൺസ് ആയിട്ട് കാണുന്നതാണ്. ആരും എപ്പോഴും ഒരേ ടേംസിലൊന്നും ഇരിക്കില്ല അതിനകത്ത്. ഇത് ഋഷി ഇപ്പൊ പുതിയതായി മനസ്സിലാക്കിയപ്പോൾ വന്ന ഒരു റിയാക്ഷന്റെ ഭാഗമാണ്. ഒരാഴ്ച കഴിഞ്ഞതിന്റെ ഒരു സ്ട്രെസ്സും എല്ലാം ഉണ്ട് അതില്. എന്തായാലും ബാധ കയറിയതുപോലെ ആയിരുന്നു നമ്മുടെ മുടിയന്റെ ആ ഒരു പൊട്ടിത്തെറി. ഒട്ടും പ്രതീക്ഷിച്ചില്ല. നോമിനേറ്റ് ചെയ്ത് എന്റെ മുന്നിൽ വന്ന് നീ ചിരിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഋഷി പൊട്ടിത്തെറിക്കുന്നത്. ഈ കളി ഇങ്ങനെയാണ് എന്ന് ഋഷിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് തോന്നുന്നു. ഇനി ചിലപ്പോൾ ട്രാക്കിൽ കയറിക്കോളും. പിന്നെ ഗബ്രിയും ജാസ്മിനും ഇത് കുറേയൊക്കെ അർഹിച്ചിരുന്നു. അവരവരുടെ ഗെയിമിനെ ഫോക്കസ് ചെയ്ത് അവരെ ടാർഗറ്റ് ചെയ്യാത്തവരെ പോലും അവരെ ടാർഗറ്റ് ആക്കി വെച്ച് കളിച്ചു. അതാണ് ഈ ഒരു ഭൂകമ്പത്തിന് ഇടയായത്. ഇതോടെ അവർക്കും മനസ്സിലായി കാണും, സൗഹൃദമാണ് സൗഹൃദം, ശത്രുതയും മാനിപ്പുലേഷനുമാണ് തിരിച്ചു അത് തന്നെ. അല്ലാതെ തോളിൽ കൈയിട്ട് നടന്നിട്ട് മറ്റേ കട്ടപ്പ സ്റ്റൈൽ പരിപാടി കാണിക്കുന്നത് എല്ലാവരും ഒരേപോലെ എടുക്കണം എന്നില്ല. നമ്മൾ മനുഷ്യന്മാരെല്ലാവരും ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും ഒരേപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ലാതെ ചിലർ ഋഷിയെ പോലെ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കും. അത് ഗബ്രിയും ജാസ്മിനും മനസ്സിലാക്കി കളിക്കണമായിരുന്നു. അതവരെ ചെയ്തില്ല. അങ്ങനെ ഈ സീസണിലും ഒരു പ്യുവർ സോൾ ഉദിച്ചിരിക്കുകയാണ്. പച്ചയായ മനുഷ്യൻ പാർട്ട് 2 അഥവാ ഋഷി കുമാർ. ഞാൻ കളിയാക്കിയല്ല, വളരെ പോസിറ്റീവായിട്ട് പറയുകയാണ്. ഈ ബഹളം വെച്ചതിന്റെ ഒക്കെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു.